ചെറുപ്പം മുതൽ അമിതമായി സംസാരിച്ച് വെറുപ്പിക്കുന്ന പെണ്ണായിരുന്നു ഫാത്തിമ. അവൾ കാർട്ടൂണുകളും ഫുട്ബോൾ മത്സരങ്ങളും കാണുമ്പോൾ അതിന് കമന്ററി പറയാറുണ്ടായിരുന്നു. ഒരിക്കൽ സഹോദരൻ ആസിഫിന്റെ സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഒരു ലോക്കൽ ഫുട്ബോൾ മത്സരത്തിൽ അവൾ കമന്ററി പറയുകയും അവളുടെ പ്രകടനം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. ഇതിനുശേഷം ഒരു പ്രൊഫഷണൽ കമന്റേറ്റർ ആവുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. പിന്നീട് കൊച്ചിയിൽ ഇന്റേൺഷിപ്പിനായി എത്തുന്ന ഫാത്തിമ അവിടെ മാധ്യമപ്രവർത്തകയായ തന്റെ സീനിയർ രമ്യയോടൊപ്പം താമസിക്കാൻ തുടങ്ങുന്നു. അവിടെ വെച്ച് കേരള ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റായ ജയേഷ് നായരെ കമന്റേറ്റർ ആക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചുവെങ്കിലും അവളെ അവഗണിക്കുന്നു. കമന്റേറ്റർ ഷൈജു ദാമോദരനെയും കായിക മന്ത്രി എന്നിവരെയും കാണുന്നുവെങ്കിലും അവൾ ആഗ്രഹിച്ച സഹായം അവരിൽ നിന്നും ലഭിക്കുന്നില്ല. ഇതിനിടെ വിലക്ക് നേരിടുന്ന മുൻ ഫുട്ബോൾ കളിക്കാരനായ സോളോമനെ പരിചയപ്പെടുന്നു. സോളോമൻ അവളെ കേരള സ്കൂൾ ലീഗ് ടൂർണമെന്റിലേക്ക് ശുപാർശ ചെയ്യുന്നുവെങ്കിലും കമന്ററി പുരുഷന്മാർക്ക് മാത്രമുള്ളതാണെന്ന് പറഞ്ഞ് ജയേഷ് അവളെ അവിടെ വെച്ച് അപമാനിക്കുന്നു. ഇതിൽ ദേഷ്യം വന്ന സോളമൻ ജയേഷിനെ മർദ്ദിക്കുന്നു. അതോടെ സോളമന് 2 വർഷം കൂടി വിലക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇതിൽ മനംനൊന്ത് സോളമൻ ആത്മഹത്യക്ക് ശ്രമിച്ചുവെങ്കിലും രക്ഷപ്പെടുന്നു. പിന്നീട് രമ്യ സംഘടിപ്പിച്ച ഒരു കുട്ടികളുടെ പരിപാടിയിൽ ഫാത്തിമ ടോം ആൻഡ് ജെറി കാർട്ടൂണിന് കമന്ററി പറയുകയും അവിടെ വെച്ചൊരു കുട്ടി വഴി ഡെപ്യൂട്ടി ബ്രോഡ്കാസ്റ്റ് ഡയറക്ടറായ ശിവയെ കാണാനുള്ള സന്ദേശം ലഭിക്കുകയും ചെയ്യുന്നു. സ്റ്റേഡിയത്തിലേക്ക് പോകുന്നതിന് മുൻപ് അച്ഛൻ മുനീറും സഹോദരൻ ആസിഫും അവളെ നിർബന്ധപൂർവ്വം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചുവെങ്കിലും തന്റെ ലക്ഷ്യത്തെ കുറിച്ച് പറഞ്ഞ് ഫാത്തിമ അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നു. കോൺഫറൻസ് റൂമിൽ എത്തുന്ന അവൾ റോബർട്ടോ കാർലോസിന്റെ ഫ്രീ കിക്ക് വളരെ കൃത്യമായി വിശദീകരിക്കുന്നത് കണ്ട് ശിവയും ഡയറക്ടർ ദീപികയും ഇംപ്രസ് ആകുന്നു. തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി FC തമ്മിലുള്ള മത്സരത്തിൽ ഷൈജു ദാമോദരന്റെയും IM വിജയന്റെയും ഒപ്പമുള്ള കമന്ററി പറയാൻ ഫാത്തിമയ്ക്ക് അവസരം ലഭിക്കുന്നു. അങ്ങനെ അവൾ അവളുടെ ലക്ഷ്യത്തിലെത്തുന്നു.